ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു അനുഭവമാണ്. എനിക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത്ര ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അഡോൺ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് എത്തിയത്, അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ട്രൈ ചെയ്തതെന്ന് ചോദിച്ചു. എൻ്റെ പല വീഡിയോസിലും ഞാൻ പറയുന്ന കാര്യങ്ങളാണ് സ്കിൽ ഡെവലപ്മെൻറ്റ്, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. പക്ഷെ അതിനേക്കാളെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്തത് എൻ്റെ കംഫർട്ട് സോൺ ലീവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം ആ ഒരു കംഫർട്ട് സോണിൽ എനിക്ക് നിന്ന ടൈമിൽ ഒരു അറൗണ്ട് 3 ഇയേഴ്സ് ഞാനൊരു സെയിം പ്ലേസിൽ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു പേ റേറ്റ് കൂടുതലോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സോ അത് ലീവ് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു ചലഞ്ചായിരുന്നു. സോ അത് ലീവ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. സോ നിങ്ങളും അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കാതിരിക്കുക. പല മാനേജ്മെൻറ്റും നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ നോളജും എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അതിനെ അനുവദിക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക. നിങ്ങളുടെ പേ റേറ്റ് കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പോയി അവരോട് സംസാരിക്കുക. പേ റേറ്റ് കൂടുതൽ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരോട് സംസാരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ടയേർഡാണെന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി ഒരു കപ്പ് ഓഫ് ടീ നിങ്ങളുടെ ഷിഫ്റ്റിൻ്റെ ഇടയ്ക്ക് കുടിക്കാൻ മറക്കാതിരിക്കുക. 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. നമ്മൾ റെസിഡൻസിൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ് അവരെ ഹൈഡ്രേറ്റ് ചെയ്യുക, പ്രോപ്പർ ടൈമിൽ ഫുഡ് കഴിക്കുക. പക്ഷെ നമ്മളൊരിക്കലും അതൊന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യത്തില്ല. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു ഫോളോ ചെയ്ത് ഒരു റിലാക്സ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യാൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി ഓരോ ദിവസവും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഞാൻ ഒരിക്കലും നഴ്സുമാരെ ഒരു മാലാഖയായിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് ആ ഒരു അഭിപ്രായമല്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു വാരിയറായിട്ടാണ്. കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മളോട് തന്നെ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ വർക്ക് സെറ്റിങ്ങിൽ. കാരണം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എത്ര ഇമോഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എല്ലാവരും ഈ നേഴ്സസ് എല്ലാവരും ഒരു സെയിം ബിഹേവിയർ ആയിരിക്കും. സോ നിങ്ങളെക്കുറിച്ച് തന്നെ പ്രൗഡാകുക. നിങ്ങൾ കാരണം ഒരാൾ ചിരിക്കുന്നുണ്ട്, നിങ്ങൾ കാരണം ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോസിന് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.